കേരളത്തിൻ്റെ രാഷ്ട്രീയം നോക്കിക്കഴിഞ്ഞാലും ദേശീയ രാഷ്ട്രീയം നോക്കിക്കഴിഞ്ഞാലും മുസ്ലിം ലീഗ് എന്ന് പറയുന്നൊരു മതേതര ശക്തിയുടെ ആവശ്യം അനിവാര്യമാണ്. ഇക്വേഷനിൽ ധാരാളം പ്രശ്നങ്ങളുണ്ടാവും, സോഷ്യൽ ഫാബ്രിക്കിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതൊന്നും പരിശോധിക്കാതെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ പിണറായി വിജയൻ തന്നെയാണ്. കാരണം പിണറായി വിജയനാണ് ഇവർക്ക് ഇതിനാവശ്യമായിട്ടുള്ള മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിലുള്ള എന്താ കൈയിട്ടടിക്കുക എന്ന് പറയുന്നത്, നമ്മൾ വെള്ളത്തിൽ കയ്യും കാലും ഇട്ട് അടിക്കുമല്ലോ, മുങ്ങും എന്ന് കാണുന്ന സമയത്തുള്ള ഒരു വെപ്രാളമാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ അവർ ഉദ്യോഗസ്ഥന്മാരെ വെച്ചുകൊണ്ട് നടത്തുന്നത്. പക്ഷെ നോക്കിക്കോളൂ, അവർ വിചാരിച്ച മാതിരി എന്നുമല്ല വോട്ടുകൾ പോവുക. ഏതർത്ഥത്തിലാണ് അവർക്ക് വോട്ട് കിട്ടുമെന്ന് അവർ ആലോചിക്കുന്നത് എനിക്കറിയില്ല. ബാറ് ഉണ്ടാക്കിയാൽ പോരെ, ബ്രൂവറിയും കൂടി അനുവദിക്കുക. എന്നിട്ട് പിന്നെ അപ്പം എന്തായിരിക്കും കുട്ടികളുടെ അവസ്ഥ? RSS നേതാക്കന്മാരുമായി പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ ADGP അടക്കം അവരെ പോയി കാണുകയും അവരുമായി രഹസ്യ സംഭാഷണം നടത്തുകയും ചെയ്ത വാർത്തകൾ പുറത്തു വരുന്നത്. അതുപോലെ തന്നെ പൂരം കലക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടും RSSൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വാർത്ത വരുന്നു. ഇതൊക്കെ ഉണ്ടായിട്ടും ഇതിലൊന്നും യാതൊരു തരത്തിലും പ്രതികരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയല്ല നമ്മൾ കാണുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്തവർക്ക് പ്രൊമോഷൻ കൊടുക്കുന്ന ഒരു കാലം കൂടിയായി മാറിയിരിക്കുകയാണ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ അനിശ്ചിതനായ നേതാവാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. അദ്ദേഹത്തിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറയുകയാണെങ്കിൽ അതിൽ ഞങ്ങളുടെ സാധാരണ പ്രവർത്തകരടക്കം പ്രതികരിക്കും. മുസ്ലിം ലീഗ് നേതാവും നിയമസഭാ ഉപാധ്യക്ഷനുമായ ശ്രീ MK മുനീറാണ് നമുക്കൊപ്പമുള്ളത്. നമസ്കാരം സർ. നമസ്കാരം. ഒട്ടേറെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട്, രാഷ്ട്രീയ വർഗീയ വിഷയങ്ങളുമായെല്ലാം ബന്ധപ്പെട്ട് ഒരു കലുഷിതമായ സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിൽ. കേന്ദ്രത്തിലാണെങ്കിൽ കുറച്ച് മുൻപേ അതങ്ങനെയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഒരു മതേതര രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ മുസ്ലിം ലീഗിൻ്റെ പ്രാധാന്യം എത്രത്തോളമാണ്? മുസ്ലിം ലീഗ് ഏത് കാലത്തെടുത്ത് നോക്കിക്കഴിഞ്ഞാലും ആ കാലഘട്ടത്തിന് അനുസൃതമായി മതേതരത്വത്തെ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോയിട്ടുള്ള പ്രസ്ഥാനമാണ്. അത് നമ്മുടെ പിതാമഹന്മാർ മുതൽ മതേതരത്വം എന്ന് പറയുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല. ഖായിദെ മില്ലത്ത് ഇസ്മായിൽ സാഹിബിൻ്റെ അദ്ദേഹം വിഭാവനം ചെയ്യുന്ന കാലഘട്ടത്തിൽ മുസ്ലിം ലീഗിൻ്റെ ബീജപുരുഷൻ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഖായിദെ മില്ലത്ത് ഇസ്മായിൽ സാഹിബ് പോലും മതേതരത്വം എന്ന് പറയുന്നതിന് ഒരു സന്ദർഭത്തിലും അടിയറ വെച്ചിട്ടില്ല. ആ മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി അദ്ദേഹം നടത്തിയിട്ടുള്ള വലിയ സംഭാവനകൾ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അവിടെ ഒരു വിട്ടുവീഴ്ച ഉണ്ടായിട്ടില്ല. ഇന്നും അത് സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങളിൽ നിൽക്കുമ്പോഴും ആ നിലപാടിൽ മാറ്റമില്ല. അത് ഞങ്ങളുടെ ഐഡിയോളജിയാണ്. സമുദായത്തിന് വേണ്ടി സംസാരിക്കുമ്പോഴും ഒരു സാമുദായിക പ്രസ്ഥാനം എന്നുള്ളതിലേക്ക് ഏറ്റവും പിന്നോക്കം തള്ളപ്പെട്ടു പോയിട്ടുള്ള ജനവിഭാഗങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുക എന്ന് പറയുന്നത് ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു ഉറച്ച നിലപാടാണ്. അതിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട എല്ലാ ജനവിഭാഗത്തിനും വേണ്ടി പ്രത്യേകമായി ശബ്ദിക്കുക എന്നുള്ളത്. പക്ഷെ അതേസമയം മറ്റ് സമൂഹങ്ങൾക്ക്, സമുദായങ്ങൾക്കും യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാതെ നോക്കുക. അതുകൊണ്ടാണ് ഒരു മുടിനാരിഴ ഞങ്ങളുടേത് വിട്ടുകൊടുക്കില്ല, പക്ഷെ മറ്റുള്ളവരുടെ ഒരു തലനാരിഴ പോലും അപഹരിക്കാതെയായിരിക്കണം പ്രവർത്തിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചത് മുസ്ലിം ലീഗാണ്. അങ്ങനെയുള്ള ഒരു സംഘടന ഇപ്പോൾ വളരെ പ്രസക്തമാണ്. അത് കേരളത്തിൻ്റെ രാഷ്ട്രീയം നോക്കിക്കഴിഞ്ഞാലും ദേശീയ രാഷ്ട്രീയം നോക്കിക്കഴിഞ്ഞാലും മുസ്ലിം ലീഗ് എന്ന് പറയുന്നൊരു മതേതര ശക്തിയുടെ ആവശ്യം അനിവാര്യമാണ്. കാരണം ഇപ്പുറത്ത് ഈ തീവ്രചിന്തകളുള്ള ധാരാളം പ്രസ്ഥാനങ്ങളുണ്ട്. ആ പ്രസ്ഥാനങ്ങൾ ശക്തിപ്പെടുമ്പോൾ ഉണ്ടാകുന്നത് ഇപ്പുറത്ത് അതിൻ്റെ ഒരു കൗണ്ടർ റിയാക്ഷൻ എന്നുള്ള രീതിയിൽ ഭൂരിപക്ഷ വർഗീയതയ്ക്ക് വളം വയ്ക്കുന്ന രീതിയിലേക്ക് അത് വളരും. ഭൂരിപക്ഷ വർഗീയത വളരെ തീവ്രമായ നിലപാടുകളെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭൂരിപക്ഷ സമൂഹം വർഗീയമായി മാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം അത് രാജ്യത്തിൻ്റെ തന്നെ ഐക്യത്തെയും അഖണ്ഡതയും ബാധിക്കുന്ന രീതിയിലേക്ക് പോകും. അതാണ് ഇപ്പോഴത്തെ BJP അതുപോലെ തന്നെ സംഘ് പരിവാർ സംഘടനകൾ മുഴുവൻ ഇന്ത്യയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
എന്നാൽ കേരളത്തിൽ വലിയൊരളവോളം നമ്മളൊരു സോഷ്യൽ ബാലൻസ് പിന്നെ വളരെ ശ്രദ്ധിച്ചിട്ടാണ് നമ്മളിതുവരെ മുന്നോട്ട് പോയിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഇടതുപക്ഷം തന്നെ സംഘ് പരിവാറിൻ്റെ ഒരു ബി ടീമായി മാറിയിരിക്കുകയാണ്. അതിൻ്റെ നേതാക്കന്മാർ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ RSSന് കൂടുതൽ കരുത്തും ആവേശവും നൽകുന്ന രീതിയിലുള്ള പ്രസ്താവനകളാണ്. അത് വിജയരാഘവൻ്റെ പ്രസ്താവനയാകട്ടെ, AK ബാലൻ്റെതാകട്ടെ, അതുപോലെ തന്നെ ഗോവിന്ദൻ മാസ്റ്ററുടേതാകട്ടെ, ആര് പ്രസംഗിക്കുമ്പോഴും അവർ യാതൊരു തരത്തിലുള്ള ശ്രദ്ധയോ അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ സോഷ്യൽ ഇക്വേഷനിൽ ധാരാളം പ്രശ്നങ്ങളുണ്ടാവും, സോഷ്യൽ ഫാബ്രിക്കിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതൊന്നും പരിശോധിക്കാതെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ പിണറായി വിജയൻ തന്നെയാണ്. കാരണം പിണറായി വിജയനാണ് ഇവർക്ക് ഇതിനാവശ്യമായിട്ടുള്ള മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഡൽഹി ഇൻ്റർവ്യൂ, ഹിന്ദുവിന് നൽകിയിട്ടുള്ള ഡൽഹി ഇൻ്റർവ്യൂ തന്നെ വിതച്ചതാണിതെല്ലാം. അത് അന്നത്തെ ദേശീയ പത്രങ്ങൾ, മറ്റ് സംഘ് പരിവാർ നേതാക്കന്മാർ ഒക്കെ ഏറ്റെടുക്കുകയായിരുന്നു. കാരണം മലപ്പുറം എന്ന് പറയുന്നൊരു ജില്ല അതിഭീകരമായിട്ടുള്ള ഒരു പ്രദേശമാണെന്നുള്ള രീതിയിൽ അത് മറികടക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആണ് പിന്നെ അവർ നടത്തിയതെങ്കിലും ഇപ്പോൾ വീണ്ടും മതേതരത്വത്തെ തകർക്കുന്ന രീതിയിലുള്ള ചർച്ചകൾ വരികയാണ്. അപ്പോൾ അവർ പിന്നെ ഇവിടെയുള്ള മറ്റ് സംഘടനകൾ തീവ്രവാദ സംഘടനകളുമായി മുസ്ലിം ലീഗ് ചേർന്നിരിക്കുന്നു എന്നുള്ള രീതിയിൽ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഇവർ അങ്ങനെ തീവ്രവാദം ആരോപിക്കുന്ന പ്രസ്ഥാനങ്ങൾ എത്രയോ കാലം അവരുടെ കൂടെ ഉണ്ടായിരുന്നുള്ള പ്രസ്ഥാനങ്ങളാണ്. പക്ഷേ ഇപ്പോൾ ഈ കാർഡാണ് ഏറ്റവും നല്ലത്. അതായത് മറ്റ് സംഘടനകളെയെല്ലാം ഒരു തീവ്രവാദ മുസ്ലിം സമുദായം മൊത്തത്തിലൊരു തീവ്രവാദ ചിന്തകളോടുകൂടി പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ലാഭം ആണ് ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ആലോചിക്കാം. അവിടെ മുസ്ലിം ലീഗ് അതിൻ്റേതായിട്ടുള്ള മതേതര റോളിൽ തന്നെ മുന്നോട്ട് പോകും. യെസ്, ആ ഒരു നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മുനമ്പം വിഷയം വളരെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ഈ മുനമ്പം വിഷയത്തിൽ മുസ്ലിം ലീഗിൻ്റെ നിലപാട് എന്താണ്? ലീഗിൻ്റെ നിലപാട് ആ വിഷയത്തിൽ സർക്കാർ ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് ഇടപെട്ട് പരിഹരിക്കണം എന്നുള്ളതാണ്. ഇത് വഖഫ് ഭൂമിയാണോ വഖഫ് ഭൂമിയല്ലേ എന്നുള്ളത് ഒരു തീരുമാനം എടുക്കേണ്ട ഒരു സമയമല്ല ഇത്. സർക്കാർ എന്ന് പറയുന്ന ഒരു മെഷീനറി ഉള്ള കാലഘട്ടത്തിൽ സർക്കാരിൻ്റെ ബാധ്യതയാണ് രണ്ട് സമുദായങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പം നിൽക്കുകയും അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദം നടത്തിക്കൊണ്ടിരിക്കുന്നൊരു സമയത്ത് സർക്കാരാണ് ഈ രണ്ട് കൂട്ടരെയും വിളിച്ചിരുത്തിയിട്ട് ഈ കാര്യത്തിന് പരിഹാരം ഉണ്ടാക്കേണ്ടത്. അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ നിന്നും ആളുകളെ കുടിയൊഴിപ്പിക്കുന്നതിന് മുസ്ലിം ലീഗ് ഒരിക്കലും അനുകൂലമായി നിന്നിട്ടില്ല. മുസ്ലിം ലീഗ് പറഞ്ഞിട്ടുള്ളത് ആ ആളുകളെ കുടിയൊഴിപ്പിക്കാതിരിക്കുന്നതിന് ചില നിയമപരമായ തീരുമാനങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. അല്ലെങ്കിൽ കാലാകാലം ഈ പ്രശ്നം ഒരു അടയാത്ത അധ്യായമായി തന്നെ തുടരും. അവിടെ താമസിക്കുന്ന ഇനി വരുന്നൊരു തലമുറയ്ക്ക് അത് വലിയ സങ്കീർണമായ പ്രശ്നങ്ങളുണ്ടാക്കും. അതുകൊണ്ട് അതിന് ഒരു ലീഗൽ എൻറ്റിറ്റി ലഭിക്കുന്ന രീതിയിൽ ഇടപെട്ട് അതിന് പരിഹാരം ഉണ്ടാക്കേണ്ടത് സർക്കാരാണ്. ലീഗും മറ്റുള്ള എല്ലാ മുസ്ലിം സംഘടനകളും എടുത്തിട്ടുള്ള നിലപാടതാണ്. ആ നിലപാടാണ് നമ്മളുടെ നിലപാട്. ഷാജി ഇത് സംബന്ധിച്ച് ഇത് വഖഫ് ഭൂമിയാണെന്ന് പറയാൻ കാരണം അത് നിയമസഭയിൽ ഈ ഗവൺമെൻറ് പറഞ്ഞ കാര്യമാണത്. ഗവൺമെൻറ്റിലെ അബ്ദുറഹിമാൻ എന്ന് പറയുന്ന മന്ത്രി പറഞ്ഞതാണ് അത് വഖഫ് ഭൂമിയാണ്, അത് ഞങ്ങൾ തിരിച്ചു പിടിക്കും എന്ന് അദ്ദേഹമാണ് പറഞ്ഞത്. ഈ വിഷയത്തിൽ ലീഗിനകത്ത് ഒരു അഭിപ്രായ വ്യത്യാസമില്ല. ഇല്ല, ഞങ്ങൾ ഒരുമിച്ച് എടുത്തിട്ടുള്ള തീരുമാനമാണല്ലോ. അതായത് അത് വഖഫ് ഭൂമിയാണോ വഖഫ് ഭൂമിയല്ലേ എന്നുള്ളത് പരിശോധിക്കുക. അത് പരിശോധിക്കേണ്ടത് വഖഫ് ബോർഡ് ആരുടെ കൂടെയാണ്, വഖഫ് ബോർഡ് ചെയർമാൻ ആരാണ്,
ഇടതുപക്ഷം നിയോഗിച്ചിട്ടുള്ള ആളാണ്. വഖഫ് മന്ത്രി ആരാണ്? ഇടതുപക്ഷത്തിൻ്റെ മന്ത്രിയാണ്. അപ്പോൾ ആ പ്രശ്നത്തിന് ആദ്യമായി പരിഹാരം ഉണ്ടാക്കേണ്ടത് വഖഫ് ബോർഡും അതുപോലെ തന്നെ വഖഫ് മന്ത്രിയുമല്ലേ. അപ്പം അവിടെയുള്ള മറ്റ് സമൂഹവുമായി സംസാരിച്ച് അതിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കണം എന്ന് ഞങ്ങൾ കുറേ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിന് പകരം അവരെന്താ ചെയ്തത്? ഇപ്പോൾ ഒരു ജുഡീഷ്യറി കമ്മിറ്റി വെച്ചിട്ടുണ്ട്. ആ കമ്മിറ്റി ഇതുവരെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല. അപ്പോൾ റിപ്പോർട്ട് സമർപ്പിക്കാതെ നീട്ടിക്കൊണ്ടുപോകും തോറും ഉണ്ടാകുന്നത് അവിടുത്തെ സംഘർഷാവസ്ഥ കൂടി വരികയും രണ്ട് സമുദായങ്ങൾ തമ്മിൽ വലിയ പ്രശ്നങ്ങളിലേക്ക് പോവുകയും ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ കൂടുതൽ സങ്കീർണതയുണ്ടാവും. മുതലെടുക്കാൻ മറ്റുള്ളവർ കാത്തു നിൽക്കുന്നുണ്ട്. അത് ഇതിപ്പം ഈ സംഘപരിവാർ ഇതിൽ പിന്നെ മുതലെടുക്കാൻ വേണ്ടി ഒരു ഭാഗത്ത് കാത്തിരിക്കുന്നു. മറ്റ് സംഘടനകൾ, മുസ്ലിം സംഘടനകളിൽ തന്നെയുള്ള മറ്റ് സംഘടനകളും ഈ കാര്യത്തിൽ ഒരു തീരുമാനം വേണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നങ്ങളിലേക്ക് പോകും. ഇങ്ങനെ വരുന്ന സമയത്തുണ്ടാകുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ് ആ പ്രദേശത്ത് മുനമ്പത്തുള്ളത്. ആ മുനമ്പം പ്രശ്നം ശാശ്വതമായി പരിഹരിക്കണം. അതിന് സർക്കാർ മുൻകൈ എടുത്ത് എത്രയും പെട്ടെന്ന് അത് സർക്കാർ ഒരു പുതിയ ഒരു തീരുമാനം അവർ പറയട്ടെ. അതിൻ്റെ കൂടെ ഞങ്ങളെല്ലാം നിൽക്കാമെന്നുള്ളതാണ് അന്ന് എടുത്ത തീരുമാനം. ഈ വിഷയത്തിൽ സർക്കാരിനൊപ്പം നിൽക്കുന്നതാണ് സർക്കാർ എടുക്കുന്ന തീരുമാനം എന്ന് പറയുമ്പോൾ സമന്വയത്തിലൂടെ എടുക്കുന്ന തീരുമാനമായിരിക്കണം. നമ്മളും കൂടി ആ തീരുമാനങ്ങൾ അറിഞ്ഞുകൊണ്ടുള്ള തീരുമാനമായിരിക്കണമല്ലോ. തീർച്ചയായും. ഇനിയിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണ്. അതിനുള്ള ഒരുക്കത്തിലാണ്, സജ്ജമായിക്കൊണ്ടിരിക്കുകയാണ് കേരളം. UDF അതിന് എത്രത്തോളം ഒരുങ്ങിക്കഴിഞ്ഞു? ഒപ്പം തന്നെ മുസ്ലിം ലീഗും സജ്ജമാണോ? മാത്രമല്ല, ഇപ്പോൾ MV ഗോവിന്ദൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു ഇനി 3-ാം ടേമും LDF സർക്കാർ തന്നെ ആയിരിക്കും, 100 സീറ്റിലധികം നേടും എന്നെല്ലാം അദ്ദേഹം ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം സജ്ജമായിട്ടുണ്ട് വരുന്ന തെരഞ്ഞെടുപ്പിനായി? അതല്ല, അത് പിന്നെ അവരുടെ ഒരു ആഗ്രഹമാണ് 3ാം തവണ വരണം എന്നൊക്കെ ഉള്ളത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവരിപ്പോൾ വെട്ടിമുറിച്ച് പല സ്ഥലത്തും അവർക്കിഷ്ടമുള്ള മാതിരി അവരുടെ ഉദ്യോഗസ്ഥന്മാരെ ചില സ്ഥലത്തൊക്കെ വെച്ച് ചില സ്ഥലത്ത് 1 വാർഡ് കൂട്ടുന്നു, 2 വാർഡ് കൂട്ടുന്നു. അതിനൊന്നും മാനദണ്ഡം ഇല്ലാത്തതിൻ്റെ പേരിൽ കോടതിയിൽ പോയി വിഷയം. അങ്ങനെ കോടതി മുനിസിപ്പാലിറ്റികൾക്ക് മുഴുവൻ സ്റ്റേ കൊടുത്തിരിക്കുകയാണ്. വിഭജനം അവിടെ ആവശ്യമില്ല. 2011 സെൻസസ് പ്രകാരം വിഭജിച്ചതാണ്. അതിനി വീണ്ടും ഒരു വിഭജനത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് കോടതി സ്റ്റേ ചെയ്തു. പഠന പഞ്ചായത്ത് പോയി, പഠന പഞ്ചായത്തിനും അനുകൂലമായിട്ടുള്ള സ്റ്റേ കിട്ടി. അപ്പോൾ ഇത് അവരെല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുക. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള കൈയിട്ടടിക്കുക എന്ന് പറയുന്നത്, നമ്മൾ വെള്ളത്തിൽ കയ്യും കാലും ഇട്ട് അടിക്കുമല്ലോ, മുങ്ങും എന്ന് കാണുന്ന സമയത്തുള്ള ഒരു വെപ്രാളമാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ അവർ ഉദ്യോഗസ്ഥന്മാരെ വെച്ചുകൊണ്ട് നടത്തുന്നത്. പക്ഷേ നോക്കിക്കോളൂ, അവർ വിചാരിച്ച മാതിരി ഒന്നുമല്ല വോട്ടുകൾ പോവുക. വോട്ടുകൾ ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാവും. കഴിഞ്ഞ തവണത്തേക്കാൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൂടുതലായി പ്രാവശ്യം ഐക്യജനാധിപത്യ മുന്നണിക്ക് കിട്ടും. അത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ആദ്യത്തെ ചവിട്ടുപടിയാണ്. തീർച്ചയായും തദ്ദേശ തെരഞ്ഞെടുപ്പ് എപ്പോഴും ഒരു ട്രയൽ റണ്ണായിട്ടാണല്ലോ കാണുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പ്രതിഫലനം എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാണും. നിയമസഭയിൽ ജനങ്ങൾ ഏതർത്ഥത്തിലാണ് അവർക്ക് വോട്ട് കിട്ടുമെന്ന് അവരാലോചിക്കുന്നത് എനിക്കറിയില്ല. ഇപ്പോഴും സാമൂഹ്യക്ഷേമ പെൻഷനുകൾ പലതും കുടിശ്ശികയായി കിടക്കുകയാണ്. നമ്മൾ വീട്ടിൽ തളർന്നു കിടക്കുന്നവർക്ക് കൂട്ടിരിപ്പ് നടത്തുന്നവർക്കുള്ളൊരു പദ്ധതിയാണ് ആശ്വാസകിരണം. 9 മാസമായി അവർക്ക് പണം കൊടുത്തിട്ട്. അപ്പോൾ എങ്ങനെയാണ് അവരെല്ലാ ജീവിതത്തിലുള്ള എല്ലാ സുഖങ്ങളും വെടിഞ്ഞുകൊണ്ട് വീട്ടിലുള്ള പ്രിയപ്പെട്ടവരെ നോക്കുന്നതിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചവരാണ്. അവർക്ക് പോലും പൈസ കൊടുക്കാത്ത എന്ത് കാരുണ്യത്തെക്കുറിച്ചും എന്ത് കമ്പാഷനെ കുറിച്ചാണ് ഇവർ സംസാരിക്കുന്നത്?
ഓക്കെ, അപ്പോൾ എം.വി. ഗോവിന്ദൻ്റെ ആ ഒരു ആത്മവിശ്വാസത്തിൽ ഒട്ടും വിലക്കെടുക്കാതെ തന്നെയാണ് UDF മുന്നോട്ട് പോകുന്നത്. പൂർണ്ണമായും തന്നെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ PV അൻവറിൻ്റെ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹം UDFിലേക്ക് വരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കത്ത് നൽകിയിട്ടുണ്ട്. ഈ ഒരു വിഷയത്തിൽ ലീഗിൻ്റെ നിലപാടെന്താണ്? അദ്ദേഹം UDFിലേക്ക് വരുന്നത് കൊണ്ട് UDFിന് ഗുണം? അത് ലീഗ് ഒറ്റക്കെടുക്കേണ്ട ഒരു നിലപാടല്ലല്ലോ. അല്ല, UDFിലെ ഒരു ഘടകകക്ഷി എന്ന നിലയിൽ ഘടകകക്ഷിയാണെങ്കിലും മുസ്ലിം ലീഗ് എപ്പോഴും എടുക്കുന്ന ഒരു നിലപാട്, ആര് വരണമെങ്കിലും, മുന്നണിയിലേക്ക് വരണമെങ്കിലും, ആരെങ്കിലും മുന്നണിയിൽ നിന്ന് പോവുകയാണെങ്കിലും ആ കാര്യങ്ങളൊക്കെ ഒരു ഉന്നത തലത്തിലുള്ള UDF ചർച്ച ചെയ്യണം എന്നതാണ് മുസ്ലിം ലീഗിൻ്റെ എപ്പോഴും നിലപാട്. ചിലപ്പോൾ ചില കാര്യങ്ങൾ അനുകൂലമായിട്ട് തോന്നും, അതേസമയം മറ്റു ചിലർക്കത് പ്രതികൂലമായി തോന്നും. എന്താണ് ഗുണകരം എന്നുള്ളത് ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്തിട്ട് അതിനനുസരിച്ച് നമ്മളൊരു അസ്പൃശ്യതയോടുകൂടി PV അൻവറിനെ കാണുന്നില്ല. കാരണം PV അൻവറിനെ നമ്മൾ അസ്പൃശ്യതയോടുകൂടി കാണേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ അതേസമയം അദ്ദേഹത്തിൻ്റെ ഒരു മുന്നണി പ്രവേശനം മുസ്ലിം ലീഗ് ഒറ്റക്കെടുക്കില്ല എന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് തന്നെ ലീഗ് ഒറ്റക്കെടുക്കുന്നില്ല എന്നല്ല, ഇപ്പോൾ അദ്ദേഹം വരുന്നതിനെ നിങ്ങൾ സ്വാഗതം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹം ഇപ്പോൾ ലീഗ് നേതൃത്വത്തെയൊക്കെ പ്രശംസിക്കുന്ന രീതിയിൽ അദ്ദേഹം ഈ അടുത്ത് സംസാരിക്കുകയുണ്ടായി. നമ്മൾ പ്രശംസയും ഇതൊക്കെ വേറെ കാര്യം. തീരുമാനം അതിനെ സ്വാഗതം ചെയ്യുമോ? അതിലേതെങ്കിലും ലീഗിന് ഇപ്പോൾ അത് പറയാൻ പറ്റില്ലല്ലോ. ലീഗിന് പറയണമെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുകയും കോൺഗ്രസ് വേറൊരു നിലപാടെടുക്കുകയും ചെയ്യുമ്പം അവിടെ ഞങ്ങളുടെ മുന്നണിക്ക് പ്രശ്നമാണല്ലോ. അപ്പം ഞങ്ങളുടെ ഏറ്റവും പരമപ്രധാനമായ കാര്യം മുന്നണിക്ക് യാതൊരു പോറലും ഉണ്ടാകാതെ മുന്നോട്ട് പോകണം. ആ പോറൽ ഉണ്ടാകാതെ ഇരിക്കണമെങ്കിൽ ഏതൊരാൾ കടന്നു വരുന്നുണ്ടെങ്കിലും മുന്നണി ആലോചിച്ചിട്ട് ചെയ്യാം. മുന്നണി ആലോചിച്ചിട്ട് തീരുമാനം വരണം എന്നാണെങ്കിൽ ആ സമയത്ത് നമ്മളതിനെ സ്വാഗതം ചെയ്യും. ഇനിയിപ്പോൾ സംസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് വരികയാണെങ്കിൽ സംസ്ഥയുമായുള്ള പ്രശ്നങ്ങളെല്ലാം പൂർണ്ണമായി പരിഹരിച്ച ഒരു സിറ്റുവേഷനാണോ ഇപ്പോഴുള്ളത്? സംസ്ഥയായിട്ട് വളരെ ഐക്യത്തിൽ പോകുന്നൊരു പ്രസ്ഥാനമാണ്. അപ്പം സമസ്ത എന്ന് പറയുന്ന ഒരു സ്ഥാപനം തന്നെ വളർന്നു വരുന്നതിൽ, ആ പ്രസ്ഥാനം ഉണ്ടാകുന്നതിൽ വലിയ പങ്ക് വഹിച്ച ഒരു സംഘടനയാണ് മുസ്ലിം ലീഗ്. അപ്പോൾ മുസ്ലിം ലീഗ് സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ കാലം തൊട്ട് സമസ്തയുമായി മുസ്ലിം ലീഗ് അങ്ങനെയുള്ളൊരു ആത്മബന്ധത്തിലാണ് പോകുന്നത്. അപ്പോൾ അതിനൊരു പോറലും ഏൽക്കാത്ത രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും സമസ്തയുമായി ചേർന്ന്. പക്ഷേ അതിൽ ചില അസാരസ്യങ്ങൾ ചില ആളുകൾ പ്രകടിപ്പിക്കുന്നുണ്ട്, അങ്ങനെ പരസ്യ പ്രസ്താവനകൾ വരുന്നുണ്ട്. ആ കാര്യമൊക്കെ കൂടിയൊന്ന് ആലോചിച്ച് പരിഹരിക്കേണ്ട കാര്യങ്ങളാണ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ അനിഷേധ്യനായ നേതാവാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവാണ്, അതേസമയം തന്നെ അദ്ദേഹം ഒരു മതപരമായ വിഷയങ്ങളിൽ ഇടപെടുന്ന അദ്ദേഹം വ്യക്തിയാണ്. സമസ്തയുടെ ഭാഗമാണ് അദ്ദേഹം. അതിൻ്റെ യുവജന പ്രസ്ഥാനത്തിൻ്റെയൊക്കെ നേതാവായി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറയുകയാണെങ്കിൽ അതിൽ ഞങ്ങളുടെ സാധാരണ പ്രവർത്തകരടക്കം പ്രതികരിക്കും. ആ പ്രതികരണമാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്. അത് ഇങ്ങോട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് അതിന് മറുപടി പറയുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇതൊക്കെയാണെങ്കിലും സാദിഖ് അലി തങ്ങളുടെ അടക്കം ആഗ്രഹവും അദ്ദേഹത്തിൻ്റെ ശ്രമവും സമസ്തയുമായി ചേർന്ന് പോകണം. കാരണം ജിഫ്രി മുത്തുക്കോയ തങ്ങളും സാദിഖ് അലി തങ്ങളും തമ്മിൽ നല്ല ബന്ധമാണ്. അവർ പലപ്പോഴും പല വേദികളിലും ഇപ്പോഴും ഒരുമിച്ച് വരുന്നുണ്ട്. അപ്പോൾ താഴെത്തട്ടിൽ ഉള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതാണ്. എന്തെങ്കിലും പ്രതികരണം അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പുറത്തുനിന്നും അതിശക്തമായ രീതിയിലുള്ള പ്രതികരണം അങ്ങോട്ടുണ്ടാവും. ഇനിയിപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം മാത്രമല്ല, ഇപ്പോൾ ഒരു സാമൂഹിക സാഹചര്യം നോക്കുകയാണെങ്കിൽ പോലും മുൻപില്ലാത്ത രീതിയിൽ ഈ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിനുമെല്ലാം കൗമാര പ്രായത്തിലുള്ള കുട്ടികളും യുവാക്കളും എല്ലാം അടിപ്പെട്ടു പോകുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ, ഇപ്പോൾ മകൻ അമ്മയെ കൊല്ലുന്നു, മകൻ അച്ഛനെ കൊല്ലുന്നു, അത്തരത്തിലുള്ള വാർത്തകളെല്ലാം നമ്മൾ നിരന്തരം നാട്ടിൽ നിന്ന് ഇങ്ങനെ കേൾക്കുന്നുണ്ട്, കേരളത്തിൽ നിന്ന് കേൾക്കുന്നുണ്ട് മുൻപില്ലാത്ത വിധം. ഇതിന് ഒരു സൊല്യൂഷൻ അതിപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും കാര്യമായ രീതിയിലുള്ള ഇടപെടൽ നടക്കുന്നുണ്ടോ? ഒരു ഇടപെടലും നടക്കുന്നില്ല.
കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വിചാരിച്ചു കഴിഞ്ഞാൽ 24 മണിക്കൂർ കൊണ്ട് ഇവിടേക്ക് മയക്കുമരുന്ന് വരുന്നത് തടയാൻ പറ്റും. പിന്നെ എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇപ്പോൾ തന്നെ പല സ്ഥലത്തും പിടിക്കപ്പെടുന്നതിൽ അവരുടെ പാർട്ടി പിന്നെ നേതാക്കന്മാർ, ലോക്കൽ പാർട്ടി നേതാക്കന്മാരടക്കം അതിൽ ഇൻവോൾവാണ്. പിന്നെ മാത്രമല്ല ചില സ്ഥലത്തൊക്കെ പോലീസ് ഇതിൻ്റെ ഭാഗമായി നിൽക്കുന്നു എന്ന് കൃത്യമായി ഞങ്ങളുടെ നിയോജക മണ്ഡലത്തിൽ തന്നെ ഒരു MDMA ഇതുമായി ബന്ധപ്പെട്ടിട്ട് പിടിച്ച് അവിടെ പ്രശ്നങ്ങളുണ്ടാക്കി ആളുകളെല്ലാം കൂടെ പിന്നെ വളരെ ശക്തമായ രീതിയിൽ പ്രതികരിച്ചതിൻ്റെ 2 ദിവസം കഴിഞ്ഞപ്പോൾ അവിടുത്തെ ലോക്കൽ പോലീസുകാരൻ അവൻ്റെ തോളിൽ കൈയിട്ടിട്ടുള്ള ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള നെക്സസ്സുകൾ പല സ്ഥലത്തും ഉണ്ട്. അത് മാറ്റണമെങ്കിൽ പോലീസ് തന്നെ വിചാരിക്കണം. നമ്മളിപ്പോൾ എൻ്റെ മണ്ഡലത്തിൽ മയക്കുമരുന്നിനെതിരെ കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്. മദ്യത്തിനും മയക്കുമരുന്നിനെതിരെ കമ്മിറ്റി രൂപീകരിച്ച് DGP എന്നോട് പറഞ്ഞു, അന്ന് നിങ്ങളത് ശക്തമായി ജനകീയമാക്കി മാറ്റി ഇതിനെതിരെ പോരാടണം. അങ്ങനെ ഞങ്ങളെല്ലാവരെയും വിളിച്ചു. അവിടുത്തെ CI മറ്റവരൊക്കെ വിളിച്ച് വലിയ കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ നരിക്കുനിയിൽ അവിടുത്തെ ജനങ്ങൾ ഒക്കെ നോക്കി നിൽക്കെ പുതിയൊരു ബീവറേജിൻ്റെ ഔട്ട്ലെറ്റ് വരികയാണ്. അപ്പോൾ ജനങ്ങൾ അതിനെ എതിർക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ബീവറേജിന് സംരക്ഷണം കൊടുക്കുന്നത് പോലീസാണ്. കാരണം ഇത് ഗവൺമെൻറ് തുടങ്ങിയതാണ്, അതുകൊണ്ട് ഇതിന് സംരക്ഷണം കൊടുക്കേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട്. ഇതേ CA ആണ് എൻ്റെ കമ്മിറ്റിയിൽ അംഗമായിട്ട് അവിടെ നിൽക്കുന്നതും. എന്ത് നീതിയാണ് ഇവിടെ നടക്കുന്നത്? ഇപ്പോൾ തന്നെ നിങ്ങൾ കണ്ടില്ലേ, ബാറ് ഉണ്ടാക്കിയാൽ പോരെ ബ്രൂവറിയും കൂടി അനുവദിക്കുക. എന്നിട്ട് പിന്നെ അപ്പം എന്തായിരിക്കും കുട്ടികളുടെ അവസ്ഥ വരുന്ന തലമുറയുടെ? അവർക്ക് മദ്യം വേണ്ടി വരും. മദ്യത്തിന് എതിരെ ചിലപ്പം വീട്ടിൽ നിന്ന് ചിലപ്പോൾ പ്രതിരോധം ഉണ്ടാകുമ്പം അവർ മയക്കുമരുന്നിലേക്ക് പോകും. അപ്പോൾ മദ്യത്തിലൂടെയാണ് മയക്കുമരുന്നിലെത്തുന്നത്. കാരണം മദ്യം കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മണമുണ്ടാകും എന്ന് വീട്ടുകാർ പിടിക്കും എന്ന് കാണുമ്പോൾ പതുക്കെ അവർ മയക്കുമരുന്നിലേക്ക് പോകും. പക്ഷെ നേരിട്ട് മയക്കുമരുന്നിലേക്ക് പോകുന്നവരും ഉണ്ട്, എങ്കിലും ഏറ്റവും കൂടുതൽ ഈ മദ്യം വഴി മയക്കുമരുന്നിലെത്തുന്നവരാണ്. അപ്പോൾ ഈ മദ്യവും മയക്കുമരുന്നും ഈ രാജ്യത്തിൻ്റെ ഒരു വലിയ ദുരന്തമാണ്. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഇവർ KPSCയിൽ എഴുതിക്കൊണ്ടും അതുപോലെ തന്നെ ഇൻഡസിനെ കൊണ്ടുമൊക്കെ പരസ്യം കൊടുപ്പിച്ചു, ഞങ്ങളിത് നിർത്താൻ പോവുകയാണ് എന്നുള്ളത്. ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മദ്യനിരോധനമാണ് എന്ന്. അവരും 2 പേരും മരിച്ചുപോയി. പക്ഷെ അവരെ കൊണ്ട് എന്തിന് ഇങ്ങനെ ഒരു സമൂഹത്തോട് അസത്യം പറയിച്ചു എന്നുള്ളതിന് പിണറായി വിജയൻ മറുപടി പറയണം. ഒരു ഭാഗത്ത് പിന്നെ ഞങ്ങൾ മദ്യ വിമുക്തമായൊരു സംസ്ഥാനമാക്കി ഇതിനെ മാറ്റാൻ പോവുകയാണ് എന്ന് പറയുന്ന ഒരു ഗവൺമെൻറ് മുക്കിന് ബാറുകൾ തുടങ്ങുന്ന, സ്കൂളിൻ്റെ മുറ്റത്ത് പോലും ബാറുകൾ തുടങ്ങാനുള്ള അവകാശം കൊടുക്കുന്ന ഒരു ഗവൺമെൻറ്റായി അധപ്പതിച്ചിരിക്കുകയാണ്. ഈ രാജ്യത്ത് നിങ്ങൾ കണ്ടില്ലേ, ഓരോ ദിവസവും നടക്കുന്ന കൊലപാതകങ്ങൾ, അതിലെല്ലാം ചെറുപ്പക്കാരും മദ്യത്തിന് അടിമപ്പെട്ടിട്ടാണ്. പ്രതിപക്ഷം ശക്തമായ രീതിയിൽ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ പ്രാദേശികമായി സമരം ചെയ്തുകൊണ്ട് എന്താ കാര്യം? ഇപ്പോൾ ബ്രൂവറിക്കെതിരെ ഞങ്ങൾ സംസാരിച്ചു. ഞങ്ങൾ അടിയന്തര എഴുതി കൊടുത്തുകൊണ്ട്, അഴിമതി ആരോപണം എഴുതി കൊടുത്തുകൊണ്ട് സംസാരിച്ചു. ഇതൊക്കെ ആയിട്ടും മുഖ്യമന്ത്രി പറയുന്നത് ഞങ്ങൾ ബ്രൂവറിയായിട്ട് മുന്നോട്ട് പോകുന്ന, അവിടുത്തെ ജനങ്ങൾ കുടിക്കേണ്ട ശുദ്ധജലം ആണ് ഇവർ ചൂഷണം ചെയ്തുകൊണ്ട് ഈ മദ്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി ആ ഫാക്ടറിക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ഒരു ഗവൺമെൻറ്റാണ്. അപ്പോൾ ഇതൊന്ന് ചോദിക്കുമ്പം അതൊക്കെ ഒരു പുച്ഛമായ മനോഭാവത്തിൽ ഞങ്ങളിതൊക്കെ ചെയ്യും, ഞങ്ങൾക്ക് അതിൻ്റെ മാൻഡേറ്റ് ഉണ്ട് എന്നുള്ള രീതിയിൽ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു ഗവൺമെൻറ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക.
അപ്പോൾ നേരത്തെ സാറ് സൂചിപ്പിച്ചിരുന്നു പിണറായി സർക്കാർ ഇപ്പോൾ കേന്ദ്ര സർക്കാരിനോട് യോജിക്കുന്ന രീതിയിൽ ഒരു സംഘപരിവാർ ആ ഒരു ലൈനിൽ തന്നെയാണ് CPM സർക്കാരും മുന്നോട്ട് പോകുന്നതെന്ന്. ആ രീതിയിലുള്ള വിമർശനങ്ങൾ ഒരുപാട് ഉയരുന്നുണ്ട് സമൂഹത്തിൽ നിന്ന്. പോലീസിലും സർക്കാരിലുമൊക്കെ ഒരു RSSന്റെ നുഴഞ്ഞുകയറ്റം വല്ലാത്ത മുൻപുള്ളതിനേക്കാൾ ഒരുപാട് നടക്കുന്നുണ്ടെന്ന രീതിയിലുള്ള വാർത്തകളും എല്ലാം പുറത്തു വരുന്നുണ്ട്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അത് ഞാൻ നിയമസഭയിൽ കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഉന്നയിച്ച ഒരു കാര്യമാണ്. ഞാൻ ഉന്നയിക്കാൻ കാരണം പോലീസിൽ RSS ഉണ്ട് എന്ന് ആദ്യം പറഞ്ഞത് CPIയുടെ നേതാവാണ്. ആനി രാജയാണ് ആദ്യമായി ആ പ്രസ്ഥാനം ഇറക്കുന്നത്. അത് കഴിഞ്ഞ് കൈരളി TV ഉണ്ട്. കൈരളി TV ആരുടേത്? അവരുടെ തന്നെയാണല്ലോ. അതിനകത്ത് പറഞ്ഞു പോലീസിൽ വർഗീയവൽക്കരണം നടക്കുന്നുണ്ട്, പോലീസിൽ RSS ഉണ്ട്. അവരൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഗ്രൂപ്പ് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ പേര് തത്വമസി എന്നാണ്. അത് ഒരു ശിബിരം നടക്കുന്നു കന്യാകുമാരിയിൽ. അതിൽ പങ്കെടുക്കാൻ RSSൻ്റെ ശിബിരത്തിൽ പങ്കെടുക്കാൻ പോലീസുകാരെ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഗ്രൂപ്പ് രൂപീകരിച്ചത് എന്നൊക്കെ പറഞ്ഞു. ആ കാര്യം നിയമസഭയിൽ ഞാൻ ഉന്നയിച്ചിട്ട് ഇതുവരെ പിണറായി വിജയൻ അതിന് മറുപടി നൽകിയിട്ടില്ല. ഇത് സത്യമാണോ നുണയാണോ? കാരണം നിങ്ങളുടെ ചാനലും നിങ്ങളുടെ നേതാക്കന്മാരുമാണ് പറയുന്നത്. ആ ചാനലിൽ അന്നത്തെ MLA ആയ ഷംഷീർ, അന്ന് അദ്ദേഹം MLA ആണ്, അദ്ദേഹവും വന്നിട്ട് ഇതിനെ അടിവരയിടുന്നുണ്ട്. എന്നിട്ടും ഒന്നും ചെയ്തില്ല. അതിൻ്റെ പരിണിത ഫലമാണ് പിന്നീട് കുറേ കാലം കഴിഞ്ഞ് RSS നേതാക്കന്മാരുമായി പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ ADGP അടക്കം അവരെ പോയി കാണുകയും അവരുമായി രഹസ്യ സംഭാഷണം നടത്തുകയും ചെയ്ത വാർത്തകൾ പുറത്തു വരുന്നത്. അതുപോലെ തന്നെ പൂരം കലക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടും RSSൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വാർത്ത വരുന്നത്. ഇതൊക്കെ ഉണ്ടായിട്ടും ഇതിലൊന്നും യാതൊരു തരത്തിലും പ്രതികരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയല്ല നമ്മൾ കാണുന്നത്. ഇത് ഇങ്ങനെയൊക്കെ ചെയ്തവർക്ക് പ്രൊമോഷൻ കൊടുക്കുന്ന ഒരു കാലം കൂടിയായി മാറിയിരിക്കുകയാണ്. അപ്പോൾ സത്യത്തിൽ RSS വൽക്കരണം പോലീസിൽ ഉണ്ട് എന്നുള്ളത്, എല്ലാ പോലീസിനെയും അല്ല ഞാൻ പറയുന്നത്, ഒരു വിഭാഗം പോലീസ് വർഗീയവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ധാരാളം ഉദാഹരണങ്ങൾ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് മുഖ്യമന്ത്രി മുഖവിലക്കെടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവർ തമ്മിലുള്ള ഒരു കേന്ദ്ര സംസ്ഥാന മന്ത്രിസഭകൾ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും അടക്കമുള്ളവർ നടത്തുന്ന ഒരു നെക്സസിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അവസാനമായി ഒരു ക്വസ്റ്റ്യൻ കൂടി. ചെറുപ്പക്കാരില്ലാത്ത നാടായിട്ട് കേരളം മാറുന്നു എന്നൊരു നെറേറ്റീവ് കൂടി ഇപ്പോൾ വരുന്നുണ്ട്. കാരണം യുവാക്കളെല്ലാം തന്നെ പുറത്ത് പോയി സെറ്റിൽ ആവാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. അത് എന്തുകൊണ്ടാണ് കേരളത്തിൽ തൊഴിലവസരങ്ങളായാലും വിദ്യാഭ്യാസമായാലും ഏത് രീതിയിലായാലും യുവാക്കളൊന്നും അതിനോടൊരു താല്പര്യം കാണിക്കാതെ പുറത്ത് പോയി എങ്ങനെയെങ്കിലും പഠിച്ച് നാട്ടിൽ നിന്ന് പുറത്ത് അല്ലെങ്കിൽ പുറത്ത് പോയി പഠിച്ച് അവിടെ സെറ്റിൽ ആവണമെന്നാണ് എല്ലാ ആളുകളും യുവാക്കളും കൂടുതൽ ആഗ്രഹിച്ചു വരുന്നത്? എന്താണ് കേരളത്തിൻ്റെ? ഇവിടെ കുട്ടികൾ പഠിക്കണമെന്നോ അവർക്കുള്ള വിദ്യാഭ്യാസം അവർ വിദ്യാസമ്പന്നരാകണമെന്നോ ഒന്നും ഈ ഗവൺമെൻറ്റിന് താല്പര്യമില്ല. നമ്മൾ ഓരോ റിസൾട്ട് വരുമ്പോഴും ഗവൺമെൻറ് മുന്നിൽ യാചിച്ച് നിൽക്കേണ്ട അവസ്ഥയാണ്. കുട്ടികൾക്ക് സീറ്റ് കിട്ടുന്നില്ല. ഏത് SSLC കഴിഞ്ഞവർക്ക് +1 സീറ്റ് കിട്ടുന്നില്ല. അങ്ങനെ +1 വെച്ച് തന്നെ പലരും കൊഴിഞ്ഞു പോകുന്നു. ഇനി +2 കഴിഞ്ഞ് +2ലേക്ക് അവർ ചേർന്ന് കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ള കോഴ്സുകളുണ്ടോ? ഏറ്റവും ആവശ്യമില്ലാത്ത കോഴ്സുകളാണ് ഇവർക്ക്. നിങ്ങൾ ഈ കോഴ്സ് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 2-3 കോഴ്സ് ഇവർക്ക് കൊടുക്കുകയാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? അവർക്ക് തുടർന്ന് പഠിക്കാനോ അല്ലെങ്കിൽ ഒരു ജോലിയിൽ പ്രവേശിക്കാനോ പറ്റുന്നില്ല. ഇപ്പോൾ ഇവർ ഗൾഫിൽ വന്നു കഴിഞ്ഞാൽ ലോ കഴിഞ്ഞ ഒരു കുട്ടിക്ക് ഇവിടെ വന്ന് അഡ്വക്കേറ്റായിട്ട് അവർക്ക് ജോലി ചെയ്യണമെങ്കിൽ സാധിക്കില്ല. കാരണം ഇവിടുത്തെ നിയമങ്ങൾ കൂടി അവർക്ക് പഠിക്കേണ്ടി വരുന്നുണ്ട്. ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ അക്കൗണ്ടൻസി വ്യത്യസ്തമാണ്. അപ്പോൾ ആ രീതിയിൽ അവർക്ക് ഒരു എൻഹാൻസ്മെൻറ്റ് കോഴ്സുകൾ കൊടുത്ത് ഉയർന്ന ജോലികളിലേക്ക് അവർക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കാൻ ഗവൺമെൻറ്റിന് ഒരു താല്പര്യമില്ല. ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാവുന്ന ഒരു സാഹചര്യം കൂടിയാണിത്, യുവാക്കളില്ലാതെ വരിക എന്ന് പറയുന്നത്. അതെ, അതിന് വേണ്ടത്ര ഗൗരവം നൽകുന്നില്ല. ഇല്ല. അതുകൊണ്ട് ഈ കുട്ടികൾ എന്ത് ചെയ്യുന്നു? ഇവർക്ക്
ഒരു പുറത്തു പോയി പഠിച്ച് അവർക്ക് ആവശ്യമായ കോഴ്സിന് അവർക്ക് ചേരാൻ പറ്റും. വിവിധ യൂണിവേഴ്സിറ്റികൾ വിവിധ കോഴ്സുകളായി നിൽക്കുകയാണ് ലോകത്ത്. എനിക്ക് കേരളത്തിന് പുറത്താണെങ്കിലും ഇപ്പോൾ CUT എക്സാമിലാണ് കൂടുതൽ കുട്ടികൾ എഴുതി, കുട്ടികൾ പുറത്തേക്ക് പോവുകയാണ്, മറ്റ് യൂണിവേഴ്സിറ്റികളിലേക്ക് പോവുകയാണ്. അങ്ങനെ വരുമ്പോൾ കുറച്ച് കഴിയുമ്പം ഈ വീടുകളിൽ ഈ പറഞ്ഞിട്ടുള്ള പ്രായമായ മുതിർന്ന പൗരന്മാർ മാത്രമുള്ള വീടുകളായി ഇത് മാറുകയാണ്. അതിൻ്റെ സോഷ്യൽ ഇമ്പാക്റ്റ് വേറെയാണ്. അവർക്ക് മാനസിക വിഭ്രാന്തി, അതുപോലെ തന്നെ ഡിപ്രഷൻ, ഇതൊക്കെ വന്ന് ഇപ്പം ജിറിയാട്രിക്സ് എന്ന് പറയുന്ന ഒരു മേഖല ശക്തിപ്പെടുകയാണ്. കാരണം അവർക്ക് പെയിൻ ആൻഡ് പാലിയേറ്റീവും ഇതൊക്കെ ആയി അവർക്ക് മരുന്ന് കൊടുക്കൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജനങ്ങൾ ചെയ്യേണ്ടി വരുന്നു. കാരണം അവരുടെ കുട്ടികൾ അവിടെ ഇല്ല, അവരുടെ കുട്ടികൾ പുറത്തു പോയി പഠിച്ചുകൊണ്ടിരിക്കുക. മാത്രമല്ല അവർക്ക് നല്ല സാലറി അവിടെ കിട്ടും. അപ്പോൾ ഇവിടുത്തെ രക്ഷിതാക്കളെ ഈ ബംഗാളികളെ ഏൽപ്പിച്ച് അവിടെ പോയി അവിടെയുള്ള പിന്നെ വൃദ്ധസദനങ്ങളിൽ ജോലി ചെയ്യുന്ന മക്കളാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ആരുടെയോ രക്ഷിതാക്കളെ പരിപാലിക്കുന്നതിന് വേണ്ടി ഇവിടെയുള്ള രക്ഷിതാക്കളെ ആരെങ്കിലും ഏൽപ്പിച്ച് പോകേണ്ട ഒരു ഗതികേടാണത്. അവരൊരിക്കലും അത് ചെയ്യില്ലല്ലോ. പക്ഷേ ഇവരെ നോക്കണമെങ്കിൽ പണം വേണം, സാമ്പത്തികമായ അതിന് ഉയർന്ന വിദ്യാഭ്യാസം വേണം. ആ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ അവരവിടെ തന്നെ ജോലി ചെയ്ത് പോയവർ തിരിച്ചു വരില്ല. ശക്തമായ പ്രതിപക്ഷമായി മുന്നോട്ട് പോയി വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിലുമെല്ലാം മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്രയും സമയം നമുക്കിപ്പം ചെലവഴിച്ചതിന് നന്ദി. ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പക്ഷേ ഒന്നും പൂർണ്ണമല്ലല്ലോ. ധാരാളം കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. ധാരാളം കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ബാക്കി നമുക്ക് പുറത്ത് പറയാം.